നമസ്കാരം. ഇത് വെഡ്ഡിംഗ് മാട്രിമോണി കോയമ്പത്തൂർ നിന്നാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളൊക്കെ പെയ്ഡ് പ്രൊമോഷൻ എന്തെങ്കിലും ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക, എന്നിട്ട് കൂടുതൽ പരസ്യങ്ങളാകുമ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പറയുന്നു അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടൊന്നും ഇത് വലുതൊന്നും ആകണ്ട. ഇത് ഞാൻ എപ്പോഴും ഈ മാട്രിമോണിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കിത് ആവശ്യക്കാർക്കല്ല, അത്യാവശ്യക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ഈ മാട്രിമോണി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കുന്നതിൽ 99% ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ആ മാട്രിമോണിയിൽ പൈസ പറ്റിച്ചു, ഇത്ര പറ്റിച്ചു, അവിടെ പറ്റിച്ചു, ഇവിടെ പറ്റിച്ചു എന്നൊക്കെ പറയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് മാട്രിമോണി പടത്തിലാണോ ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ പോയി പെടരുത്. മനസ്സിലായില്ലേ? കാരണം രജിസ്ട്രേഷൻ ഫീസ് പൈസ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനടുത്ത് എന്ത് കുന്തം ഉണ്ടാവുക. ഇപ്പം ഞങ്ങൾ പറയുന്നു മാട്രിമോണി ഞങ്ങളിപ്പോൾ മല മറിക്കുന്നല്ല പറയുന്നത്, എങ്കിലും നിങ്ങൾക്കറിയോ, അതായത് 10-60ഓളം പിള്ളേർ ഇപ്പോൾ പിള്ളേരെല്ലാം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആന്ധ്രയും തെലുങ്കാനയും തമിഴ്നാടും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിലും ട്രിവാൻഡ്രത്തൊക്കെ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്കറിയാം ചോയ്സ് മാട്രിമോണി ഇതെല്ലാം നമ്മുടെ തന്നെ. അപ്പോൾ ഇത്രയും ആൾക്കാർ പ്രവർത്തിച്ചിട്ട് പോലും നമ്മൾക്ക് കറക്റ്റായിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞതുപോലെ ലീഡ് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുത്തിനൊരു ഫോട്ടോ കുറച്ച് വീഡിയോ ചെയ്തിട്ട് ഞാനത് 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ചു തരാം, അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? മനസ്സിലായോ? ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചുമ്മാ ഡയലോഗ് അടിക്കാം, അത്ര ചെയ്തു തരുത്, ജനങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് വലിയ വീരവാദം മുഴക്കി പറയില്ല, എങ്കിലും പറയണ പൈസ പോയ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ മാട്രിമോണി നിങ്ങൾക്ക് നല്ലത് എന്നൊന്നും പറയുന്നില്ല. ആരാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങളാണ് കറക്റ്റ് തോന്നുന്നത്, ഞങ്ങളോടിട്ട് സഹകരിച്ചു പോവുക. മറ്റുള്ളവരാണ് ഞങ്ങളെക്കാളും ബെറ്ററായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം. ഞങ്ങളുടെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു ലീഡ് തന്നതിന് മാക്സിമം നിങ്ങളൊരു ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം അതിൽ എൻക്വയറിക്ക് വിടുന്ന മാക്സിമം ഞങ്ങൾക്ക് ലീഡ് തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപ വാങ്ങിക്കുന്നത്. നിങ്ങൾ പറയും, അപ്പോൾ നീയും ഇതന്നെയല്ല കേസ് എന്ന് പറയരുത്. കാരണം നമ്മൾ അമ്പാൻ്റെ മക്കളൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. 10-60 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കുള്ള ഫീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ലീഡ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഞങ്ങൾ നിൽക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് പേർക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തവർ കുറച്ച് പേര് പെൻഡിങ് ഉണ്ട്, ഇല്ലയെന്നും പറയില്ല. എനിക്കൊന്ന് കോഴിക്കോടുണ്ട് കുറച്ച് പേര്, പിന്നെ അതുപോലെ സെക്കൻഡ് മാരേജിൽ തൃശ്ശൂരിൽ 1-2 ആൾക്കാരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ കരുനാഗപ്പള്ളിയിൽ 1-2 പേര് ഞങ്ങൾ പെൻഡിങ് ആക്കിയതില്ല, അവർക്ക് ലീഡ് വരുന്നില്ല. അത്രയും ദൂരം എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ അധികം ഉള്ളത് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് നിന്നും തൃശ്ശൂരും അതുപോലെ കോഴിക്കോട് നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ ലീഡുള്ളത്. അപ്പോൾ അവിടേക്ക് ലീഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുമായിട്ട് വിളിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, അത് തരാൻ പറ്റും. ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, അതും കൂടി ഞങ്ങൾ ഫില്ല് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരുപാട് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ കല്യാണം നടത്തിത്തരുന്നു എന്നൊന്നും വീരവാദം മുഴക്കാൻ പറ്റുമൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ ആൾക്കാരും ഞങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ മാട്രിമോണിയോടൊപ്പം ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെഡ്ഡിംഗ് മാട്രിമോണിയിൽ കല്യാണത്തിന് മാത്രമല്ല ഞങ്ങളൊപ്പം വർക്ക് ചെയ്യാം, ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ, തീർച്ചയായിട്ടും വിളിക്കാം. മനസ്സിലായി? നമ്മൾ ഒരിക്കലും വൺ മാൻ ഷോ കളിച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊരു ടീം വർക്കായിട്ട് ഒരുപാട് പേരിൻ്റെ സഹകരണത്തോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാം, ഞങ്ങളൊപ്പം വർക്ക് ചെയ്യാം, ഞങ്ങളോട് ടീം വർക്കായിട്ട് ചെയ്യാനുള്ള താല്പര്യമാണ്. ഏത് സ്ഥലത്തുനിന്നാണ് ഞങ്ങൾ വിളിക്കുക കേട്ടോ. നമസ്കാരം.